ദ്വയാർത്ഥ പരാമർശത്തിൽ തമിഴ്നാട് പ്രതിപക്ഷ നേതാവ് ഉദയനിധി സ്റ്റാലിനെതിരെ പോലീസ് കേസെടുത്തിരിക്കുകയാണ്. എം കെ സ്റ്റാലിന്റെ മകനാണ്. തഞ്ചാവൂർ പോലീസാണ് ഉദയനിധിക്കെതിരെ കേസെടുത്തത്. തുടർ നടപടികളിലേക്ക് പോകുന്നു. ഉദയനിധിയുടെ നീലങ്കരയിലെ വീട്ടിലെത്തി അറസ്റ്റ് ചെയ്യും എന്നതാണ് ഇപ്പോൾ വരുന്ന സൂചനകൾ. മുൻകൂർ ജാമ്യം തേടി ഉദയനിധി ഹൈക്കോടതിയെ സമീപിച്ചു. കേസ് ഉച്ചയ്ക്ക് പരിഗണിക്കും. കെ ബി ശ്രീധരൻ വിവരങ്ങളുമായി ചേർന്നത്. ശ്രീധരൻ, പോലീസുമായി ഒരു തർക്കത്തിന്റെ ദൃശ്യം കാണുന്നുണ്ട്. പ്രവർത്തകർ തടയുകയാണ് പോലീസ് ഉദ്യോഗസ്ഥരെ. അറസ്റ്റാണോ അടുത്ത നടപടി? തീർച്ചയായിട്ടും അത്തരത്തിലുള്ള നടപടികളിലേക്കാണ് പോകുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. വളരെ മോശം പരാമർശമാണ്, സ്ത്രീത്വത്തെ അങ്ങേയറ്റം അപമാനിക്കുന്ന തരത്തിലുള്ള പരാമർശമാണ് തമിഴ്നാട്ടിലെ പ്രതിപക്ഷ നേതാവിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഇന്നലെ തഞ്ചാവൂരിൽ കാവേരി നദീജല തർക്കവുമായി ബന്ധപ്പെട്ട പ്രതിഷേധത്തിലാണ് ഉദയനിധി നടി തൃഷയെക്കുറിച്ച് വളരെ മോശം, വിജയും തൃഷയും ബന്ധപ്പെടുത്തിക്കൊണ്ട് തൃഷയെക്കുറിച്ച് വളരെ മോശം പരാമർശം നടത്തിയത്. ഇന്നലെ തന്നെ ഇതിനെതിരെ വലിയ തരത്തിലുള്ള പ്രതിഷേധം TVK നേതാക്കളുടെ ഭാഗത്തുനിന്നൊക്കെ ഉണ്ടായിരുന്നു. ഏതായാലും ഇതിന് പിന്നാലെയാണ് വൈകിട്ട് തഞ്ചാവൂർ പോലീസ് ഉദയനിധിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത്. ഇന്ന് രാവിലെയോടുകൂടി തന്നെ നീലാങ്കരയിലെ വീട്ടിലെത്തി തഞ്ചാവൂർ പോലീസ് എത്തുകയും ചെയ്തു. ഏതായാലും അറസ്റ്റിലേക്ക് ഉള്ള നടപടികളിലേക്കാണ് പോകുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. എന്നാൽ ഈ വിഷയത്തിൽ ഇതുവരെ ഒരു ഖേദപ്രകടനം നടത്താൻ പോലും ഉദയനിധി സ്റ്റാലിൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം. ഇതിനിടയിലാണ് പ്രതിപക്ഷ നേതാവ് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഈ ഹർജി ഇന്ന് ഉച്ചയ്ക്ക് പരിഗണിക്കുമെന്നാണ്, മദ്രാസ് ഹൈക്കോടതി പരിഗണിക്കുമെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. ഏതായാലും പോലീസ് എത്തി, അതിന് പിന്നാലെയാണ് ഇപ്പോൾ പ്രവർത്തകരൊക്കെ അവിടെ തടിച്ചുകൂടിയിട്ടുണ്ട്. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ സംഘർഷ സാധ്യത ഉണ്ടാവാനുള്ള സാഹചര്യം അവിടെ നിലനിൽക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. നിലവിലേതായാലും ഉദയനിധിയെ നിലവിൽ അറസ്റ്റ് ചെയ്തിട്ടില്ല. പക്ഷേ കോടതിയുടെ നടപടി കൂടി, കോടതി ഈ ഹർജി പരിഗണിക്കുന്നുണ്ട്. ആ മുൻകൂർ ജാമ്യ ഹർജിയിൽ എന്ത് നടപടി ഉണ്ടാകുമോ അതിനുകൂടി അനുസരിച്ചായിരിക്കും പോലീസിന്റെ തുടർ നടപടികൾ എന്ന് വേണം മനസ്സിലാക്കാൻ. ഇത്രയും വലിയ വിവാദമുണ്ടായിട്ടും, ഇത്രയും വളരെ മോശം പരാമർശം നടത്തിയിട്ടും ഉദയനിധി സ്റ്റാലിൻ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഇത് തിരുത്താനോ ഖേദപ്രകടനം നടത്താനോ അതിനും ഒരു കാര്യം കൂടിയുണ്ട്. സിനിമാ പശ്ചാത്തലത്തിൽ നിന്ന് വന്ന ഒരു വ്യക്തി കൂടിയാണ് ഉദയനിധി സ്റ്റാലിൻ. തൻ്റെ സഹപ്രവർത്തകയായിരുന്ന ഒരു നടിയെക്കുറിച്ചാണ് വളരെ മോശം പരാമർശം നടത്തിയത് എന്നുകൂടി ഇപ്പോൾ അറസ്റ്റിനുള്ള നീക്കം ഉണ്ടാകുന്നത്. തമിഴ്നാട്ടിൽ ഇത്തരം രാഷ്ട്രീയ പ്രതികരണങ്ങൾ, അതിന്റെ തുടർച്ചയായിട്ടുള്ള കേസുകൾ, അറസ്റ്റ് ഉൾപ്പെടെ നേരത്തെയും ചരിത്രത്തിന്റെ ഭാഗമാണ്.